ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും RS ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിലെ രാവിലെ മുതൽ ഒരു ഉച്ച വരേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. കണ്ടിട്ട് നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഞാൻ രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് അകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ജൂലിയാണ് കേട്ടോ ഇത്. അവളാണെങ്കിൽ എന്നെ നോക്കി ചിരിച്ച് കാണിക്കുക. പല്ല് കണ്ടോ ആരെങ്കിലും? കണ്ടോ? അവൾ പല്ല് കാണിച്ച് ചിരിക്കുവാണേ. അവൾ മാത്രമല്ല, പിന്നെ അതിൻ്റെ അപ്പുറത്ത് രാവിലെ എണീറ്റ് വന്ന ഒരാളൂടെ ഉണ്ട്, മോനൂസ്, അതായത് എൻ്റെ ചേച്ചിയുടെ മോനാണ്. അവൻ മാത്രമേ ഉണർന്നിട്ടുള്ളൂ. കാശിയും പിന്നെ അവൻ്റെ മോനൂസിൻ്റെ ചേട്ടനുണ്ട്, ഞങ്ങളുടെ വലിയ ചേട്ടൻ. അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ അടുക്കളയുടെ അവസ്ഥ ഇതൊക്കെയാണ്. രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇപ്പിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പി വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് രാവിലെ ഇപ്പി വേണമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇന്ന് ഇപ്പിയാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആയിട്ടുള്ള ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അതൊക്കെ കഴിച്ച് പിന്നെ ഇത് കുറച്ച് അടുക്കള നമ്മൾ രാവിലത്തെ പാചകം കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി പാത്രമൊക്കെ തേച്ച് കഴുകണം. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒന്ന് വന്നിരുന്നു. അപ്പോൾ എനിക്ക് അത്ര സുഖമില്ലായിരുന്നു. അപ്പോൾ ഒരാഴ്ച ഞാൻ ഫുൾ റെസ്റ്റായിരുന്നു, ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്കിവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റെ പണികളിലേക്ക് ഞാൻ കടക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല ഇപ്പിയായിരുന്നു. അപ്പം ബാക്കി ഇപ്പിയാണ് കേട്ടോ, കഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പാത്രം കഴുകലിൽ കിടക്കാം. അപ്പം അപ്പോൾ ഇത് ഇന്നലത്തെ സാമ്പാർ ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പാത്രം മുഴുവൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അത് കറിയുണ്ട്. അപ്പോൾ അതങ്ങ് ചൂടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ചൂടാക്കി വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ഇത് നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന കൊട്ടയാണ് കേട്ടോ. അതാണെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി വെച്ചു കേട്ടോ. അത് കഴുകി വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ അളവ് കൂടുതലാണ്, ഒരുപാട് പാത്രമുണ്ട്. അപ്പം ഞങ്ങളും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ടേ പാത്രം ഒരുപാട് എടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചൊരു കൊട്ട, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കൊട്ടയുണ്ട്, അതിൽ സാധാരണ കഴുകിയിടുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകി വെച്ചിട്ട് വെയിലത്താണ് കൊണ്ടുവെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് കഴുകി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും എൻ്റെ വകയാണ്. ചോറ് അത് അവൾ വെച്ചിട്ടുണ്ട്, അരിക്കടപ്പിട്ടിട്ടുണ്ട്. അപ്പം തീയലും കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കഴുകി വെച്ചിട്ട് വേണം എനിക്ക് അതിലേക്ക് കടക്കാൻ. അപ്പോൾ പാത്രം എല്ലാം കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് വെയിലത്ത് കൊണ്ട് വെക്കണം. എവിടുന്നാ? വെച്ചരാടാ കേട്ടോ. ഇതെവിടുന്നാടാ? നല്ല മണം. എന്ത് നോക്കുന്നേ? എന്ത് നോക്കുന്നേ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കൈതത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കൈതച്ചക്കയാണ് ഇപ്പം അവന്മാർ കൊണ്ടുവന്നത് കേട്ടോ. അവിടെ പണിക്ക് ആൾക്കാർ വന്നിട്ടുണ്ടോ, അപ്പോൾ അവർ കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ ആട്ടിൻകുട്ടികളുണ്ടോ, അമ്മയുടെ ആടാണേ. അപ്പോൾ കാണുന്നില്ലേ ആ മല, അവിടെ ഫുള്ള് കൈതത്തോട്ടമാണ് കേട്ടോ. റബ്ബർ തോട്ടമായിരുന്നു, ഇപ്പോൾ കൈതത്തോട്ടമാണ്. അപ്പോൾ നമുക്കിന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി തീയലൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തീയലിനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുക. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. ഇവളാണെങ്കിൽ എന്നെ വട്ടവിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈതച്ചക്ക അവന്മാരോട് കൊണ്ടുവന്ന് വരിയായിട്ട് വെച്ചു. തീയലിനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴാണ് അവന്മാർ ഈ കൈതച്ചക്കയും കൊണ്ട് വന്നത്. പിന്നെ ഞാൻ കുറച്ചേരം പോയി പിന്നെ ഫ്രണ്ടിൽ ചെന്ന് അങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. അപ്പം തീയലിനുള്ളത് അരിഞ്ഞ് വെച്ചത് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുക്കറിലിട്ട് 2 വിസിലടിച്ചിട്ട് കഷ്ണങ്ങൾ വേവിച്ചിട്ട് വെക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ എണ്ണ ഒഴിച്ച് വഴറ്റുന്നില്ല. കഷ്ണം വഴറ്റി പിന്നെ തേങ്ങ വറുത്ത് അരച്ചങ്ങനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ച് കഷ്ണങ്ങൾ വേവിച്ച് ആ ഒരു രീതിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ഇനി അത് വറക്കണം. പിന്നെ ഇത് കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വെക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി ഗ്യാസ് അടപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ തേങ്ങയും വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കാര്യം നടക്കുമല്ലോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ തേങ്ങ വറക്കുവാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്ത് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി,
അത് ഉലുവ അതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി മൂപ്പിച്ചിട്ട് നമ്മൾ മിക്സിയിലടിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളും വേവുമല്ലോ. അപ്പോൾ അത് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കറിയാവുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ പുത്രന്മാർക്കൊക്കെ വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് കഞ്ഞി വന്നെടുത്തിട്ട് കഞ്ഞി കോവയ്ക്ക മെഴുക്കുവരട്ടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ കഞ്ഞിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയായിട്ട് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവന്മാർ ചാടാനിറങ്ങും. ഇതുവരെയും ചാട്ടമായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് കയറി വന്ന് കഞ്ഞി കുടിച്ചിട്ടും അവന്മാർ ഇറങ്ങി. നല്ല വെയിലുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ അവന്മാർ കാശി കുറേ ദിവസമായിട്ട് ചേട്ടന്മാരെ കാണുമല്ലോ. അപ്പോൾ അവന്മാരോട് നല്ല തകർത്തുള്ള കളിയാണേ. ഞാനാണെങ്കിൽ മുറ്റത്തോട്ട് വന്ന് ഈ ഒരു സാധനം പൊട്ടിക്കാൻ കേട്ടോ. അമ്മ ഉണ്ടാൽ എന്നെ ഓടിക്കും. പക്ഷേ ഇപ്പോൾ അമ്മ ഇവിടെ ഇല്ല കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ വരെ പോയേക്കുന്നു. അപ്പോൾ ഇതിന് 2 കറിവേപ്പിലയൊക്കെ ഒടിച്ചിട്ട് ഞാൻ അകത്തേക്ക് പോവാണ്. അവന്മാരോടെ നിന്ന് നല്ല കളിയിലാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ തീയിലൊക്കെ ഒരു വിധം റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലെ ചെടികളാണ് കേട്ടോ. ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. അപ്പോൾ ഇനി പോകുമ്പോൾ എനിക്ക് ഇന്ന് കുറേശ്ശെ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ചെടികളുണ്ടേ. നല്ല രസമൊക്കെ കാണാൻ. പൂക്കൾ ചെടികൾ, ഇലച്ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി എനിക്ക് കറിക്കാണെങ്കിൽ നമുക്ക് കടുക് വറുത്താൽ മതി കേട്ടോ. കടുക് വറുത്ത് വരുമ്പോൾ നമ്മുടെ കറിയാവും. അപ്പോൾ ഇനി ഞാൻ ചെന്ന് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ കറിയിൽ മിക്സാക്കിയിട്ട് കറി തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉച്ചയൂണ് തയ്യാറാക്കുന്ന അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ കേട്ടോ. അതൊക്കെ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ വിശേഷം. അമ്മയില്ല. ഇനിയിപ്പം ഞാനും പിള്ളേരും പിന്നെ അവളും മാത്രമേ ഉള്ളൂ. അമ്മയില്ലാത്തത് എന്തോ ഒരു വല്ലായ്കയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ അമ്മ ആ ദിവസം വീട്ടിലില്ലാതിരിക്കുവാണെങ്കിലേ എന്തോ പോലെ. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പോകേണ്ട അത്യാവശ്യ കാര്യമായിരുന്നു. നമ്മുടെ ചേച്ചിയും കൂടെ ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മ പോയിട്ട് വരട്ടെ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയായല്ലോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാം. അവന്മാർ കഞ്ഞി കുടിച്ചാൽ അവന്മാർക്ക് ചോറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഞങ്ങൾക്ക് ചോറ് കഴിക്കണം. നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജോലിപ്പെണ്ണ് അപ്പോഴും എന്നെ നോക്കി ഇങ്ങനെ കിടപ്പുണ്ട്. എൻ്റെ വട്ടം വിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ചോറ് അടച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.